മഴ 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 അസീബേ കേറടാ അസീബേ കൊണ്ട കൊണ്ട കയറി 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 കൈ കെട്ടിക്കാണ് മഴ പെയ്യുമ്പോഴേ കയറിക്കോ ബാക്ക് കാളെ കയറ്റാൻ നിക്ക അവിടെ. സൽമാൻ ബാക്കത്തെ സീറ്റിൽ ഇരിക്കാൻ മടിച്ചിട്ട് ലാസ്റ്റ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു, ബാക്കത്തെ സീറ്റിലൊക്കെ മുന്നിൽ വന്നിരുന്നു. സൽമാൻ ചായ കുടിച്ചല്ല എന്നാ വാ. ഇക്കുനെ കാണാല്ല. അത്ഭുതങ്ങളിൽ ഒന്ന് ഇതാ കക്കാടംപൊയിൽ ഇതാ നാലാള് ഹെൽമെറ്റ് വെച്ച് പോകുന്നു സുഹൃത്തുക്കളെ. ഈ ഒരു കൂട്ടുകാരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ. ഒരുമയുണ്ടല്ലോ ഒലക്കമേലും കിടക്കാമെന്ന് പറഞ്ഞിട്ട് നാലാളും 4 ഹെൽമെറ്റ് വെച്ച് അതാ പ്ലേറ്റ്. സോറി ഫോൺ ഹായ് അല്ലാ പടച്ചോനെ. ഓന്റെ പേരെന്താ? അമലോ. ബൈ 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 ഹായ് ബൈ ബൈ. സുഹൃത്തുക്കൾ, എന്താ വെച്ചാൽ ഗ്യാങ്ങത്തെ എല്ലാവരും തന്തവൈബായി തുടങ്ങിയിരിക്കുകയാണെന്നുള്ളതിൻ്റെ തുടക്കമാണ്. വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വരിക. അതായത് ഇതാ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ മൊത്തം പ്രകൃതി നിറയെ കോടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത്രയും കോടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുക, റീല് കാണുകയാണ് ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ചെയ്യണത്. നേരെ വരിക, കോടൻ്റെയും മലനിരകളൊക്കെ അടിയിൽ വന്നിട്ട് റീല് കാണുക. തന്തവൈബായി മുടി നിറച്ചു, പ്രായം നിറച്ചു. തിന്നണത് വെറും ഇതാണ്, മറ്റേ വസലർച്ചയും പൊറാട്ടയും കാര്യങ്ങളൊക്കെയാണ് തിന്നണത്. പൊറാട്ട പഞ്ചസാരി കൂട്ടി തിന്നുക, കട്ടൻ ചായ തിന്നുക. ഈ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത്. വരൂ, ബാഗി ജീൻസ് ഒക്കെ ഇട്ടാണ്ട് പറ ഓക്കെ ഓക്കെ ശരി 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 ഏട്ടാ. മഴ. എന്റെ പേരെന്താണ്? ഓ ആയിഷ. ഹിസ. എത്രാം ക്ലാസ്സിലാണ് കുട്ടി? 2. ഓ, ടൂർ ഒന്നാണ്. മഴ നനഞ്ഞ് സ്കൂൾ ഇതാവൂലേ? ഫുള്ള് നനഞ്ഞിക്കണല്ലോ ഓൾറെഡി. കാണാട്ടാ. ബൈ ബൈ. ആര്? ആരോ പറഞ്ഞേ? ആ അങ്ങനെ. ബൈ. അപ്പം മഴ പെയ്തു, സീൻ ക്ലൈമറ്റ് അല്ലേ, നമുക്ക് സംഭവങ്ങൾ മുതലായി. ചെറിയൊരു ട്രിപ്പാണ്. നബീലൊക്കെ തണുത്തു, ഫുള്ളിരുന്നു, ഒരു മിണ്ടണില്ല. അതായത് എന്തോ ഒരു നിരാശ മോഡലാണ് നബീൽ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്താണ് നബീലിന് പറ്റിയെന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി കുട്ടി ഇട്ട് പോയോ, അതോ ഇനിയിപ്പോൾ ഏട്ടനിപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നടത്താൻ വീട്ടുകാർ വിസമ്മതിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്തോ ഒരു മാനസിക പ്രശ്നം നബീലിനെ അലട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും. ആ ഒരു സങ്കടം മുഖത്ത് നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാണാം. ഇതാ കക്കാടംപൊയിൽ നിന്ന് വന്ന് നേരെ വിളിച്ചാത്തൊരു പരിപാടി കൂടാൻ പോവാണ്. അസീബ്, കെൻസ്, റായിഫ്, സൽമാൻ, നബീലൊക്കെ ക്ഷണമില്ലാത്ത സൽക്കാരത്തിന് കയറി പോവാണ്. അതോ പോണ് എന്താ പരിപാടി ഇവിടെ? ഇതാര വരിക? അൻഷുന്റെ. കുറച്ച് രക്ഷപ്പെട്ടുണ്ടോ? എന്താ പരിപാടി വൈഫ് ഇവിടെ? എനിക്കറിയില്ല. ആകെ എന്തൊക്കെയോ വലിയ പരിപാടിയാണ്. ആകെ കാറാള് പുറത്ത്. എന്താ പരിപാടി? എന്ത് പരിപാടി വന്നതാ? നമ്മുടെ സൽക്കാരം. ഇതാണ് ആലി കേട്ടോ സുഹൃത്തുക്കളെ. എൻ്റെ ആലിയാണ് ആലിക്കുട്ടി.
പിന്നെ നമ്മുടെ ഔക്കറാപ്പാപ്പല്ല ഓപ്പനാപ്പാപ്പ. ഓപ്പണപ്പൻ്റെ വീട് ആരോ പരിപാടിയാ? ഓപ്പണപ്പൻ്റെ എന്തോ പരിപാടി? അൻഷുവിനെ കാണാൻ വന്നല്ലേ? അൻഷു വന്നിട്ടുള്ള സൽക്കാരം. നബീല് വന്നപ്പോ കക്കൂസ് കയറി കേട്ടോ. ആരെ പരിപാടിക്ക് വന്ന നമ്മള്? അൻഷുവിന്റെ എന്തോ പരിപാടി? അൻഷുവിന്റെ അവിടെ എന്തോ പരിപാടി, വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്? എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്? എന്റെ ചെറിയ കുട്ടീനെ വർത്താനം എന്താ? സുഖാണോ? ആ ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും ചെറിയ കുട്ടീനാണോ ഇഷ്ടം, അന്നെയാണോ ഇഷ്ടം? പക്ഷെ ഞാൻ കേട്ടത് ചെറിയ കുട്ടീനാണ് പൊതുവെ സ്നേഹം കിട്ടണമെന്നാണല്ലോ ഞാൻ കേട്ടത്. സത്യാണോ? ഈ ഒരു പാട്ട് പാടി തരും. ഒരു പാട്ട്, ഒരു പാട്ട്. അണ്ടു ആടലുണ്ട് പാട്ട്. അണ്ടു ആടലുണ്ട്. അണ്ടുവിനെന്താ പറയല്? ഒരു പേര് പറഞ്ഞല്ലോ, ഫാത്തിമ അണ്ടോ? എന്താ പറഞ്ഞേ? ഫാത്തിമ അണ്ടു. കഴിച്ചോ? വിളിക്കാത്ത ആ ഇപ്പം പിന്നെ അപ്പന്റെ പേരാണ്. അവസാനം വന്ന ആൾക്കാർ ആദ്യം ഫുഡ് കഴിക്കുക. അത് നമ്മുടെ എന്തിനാണ്? ഫിഫയുടെ തീരുമാനത്തിനെതിരാണ്. ആ മനസ്സിലായില്ലേ? ആലിയ അതെവിടെയാ കിട്ടണേ? അതെന്താ ശിബിയെ? ഓ മാമി സ്പെഷ്യൽ മാംഗോ പുഡിംഗ്. ഓ ആകെ പെട്ടിട്ടുണ്ടോ? ഫുഡ് കഴിക്കും വേണം. എന്നാ ഇവിടെ ആയിട്ടുള്ള ആരും പരിചയമല്ല. ഹലോ പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കണില്ല. ആകെ കുടുങ്ങിയിട്ടുണ്ടോ?